നഴ്സിംഗ് പഠനത്തിന് ശേഷം വിദേശത്ത് ജോലി. സാധാരണ മലയാളി വിദ്യാർത്ഥിയുടെ ഇപ്പോഴത്തെ സ്വപ്നമാണിത്. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി ആദിത്യനെയും വലിയ പ്രതീക്ഷയോടെയാണ് കുടുംബം BSc നഴ്സിംഗിൻ്റെ ബംഗളൂരുവിലെ BTL കോളേജിൽ ചേർത്തത്. എന്നാൽ അധ്യാപകരുടെ ചൂഷണവും മാനസിക പീഡനവും അവനെ വല്ലാതെ തളർത്തി. അതിൻ്റെ മനോവിഷമത്തിലാണ് ആദിത്യൻ ജീവനൊടുക്കിയത്. ബംഗളൂരു ഹോസ്റ്റൽ മുറിയിൽ മരിച്ചനിൽ കണ്ടെത്തിയ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കുടുംബം നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. അധ്യാപകൻ്റെ മാനസിക പീഡനമാണ് ആത്മഹത്യ കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം അരുവിക്കര പോലീസിൽ പരാതി നൽകി. അതിനിടെ സന്ദീപ് എന്ന അധ്യാപകൻ്റെ പീഡനം സഹിക്കാൻ കഴിയാതെ നിരവധി വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചുവെന്ന വിവരവും പുറത്തുവരുന്നു. ആദിത്യന്റെ മരണത്തിന് പിന്നാലെ BTL കോളേജിലെ അധ്യാപകനായ സന്ദീപിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉയർത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടി ബാംഗ്ലൂർ ഹെബ്ബഗോഡി സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ ബാംഗ്ലൂരിൽ നൽകിയ പരാതിയിൽ നീതി ലഭിക്കില്ല എന്ന ആശങ്കയിലാണ് കുടുംബം. ഇതോടെയാണ് കേരളത്തിൽ കൂടി പരാതി നൽകാൻ തീരുമാനിച്ചത്. കുടുംബ പ്രശ്നമായി കേസ് തിരിച്ചുവിടാൻ ശ്രമമുണ്ടെന്നും ആദിത്യനെ പലതവണ അധ്യാപകൻ നാണം കെടുത്തിയിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോഴാണ് പറഞ്ഞത്, ആദ്യയുടെ അമ്മയുടെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഡ്രഗ്സ് കൊടുക്കുന്നു എന്നെ ആദ്യം പറഞ്ഞു. എന്നിട്ട് പിള്ളേരുടെ ഇടയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞു, നീയാണ് കൊടുക്കുന്നത്, നിന്നെ പെടുത്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അങ്ങനെയല്ല. അപ്പോൾ പിള്ളേർ അവൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളും പറഞ്ഞു ആദ്യം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് സാറ് മാറ്റി ചേർത്തിട്ട് പറഞ്ഞു ആദ്യം നീ ചെയ്യില്ലെന്നറിയാം, പക്ഷേ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, നീ കാണിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലപോലെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് ക്ലാസ്സിൽ ചെന്നാലും ഇതിൻ്റെ ഈ ഒരു എന്തോ ഡ്രഗ്സിൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റ് ഇരുത്തിയാലും നീ അതല്ലേടാ എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ ഫ്രണ്ട്സ് ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും പറഞ്ഞു. അവർ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ചേട്ടാ അതിൽ വിഷമമുണ്ടെന്ന് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. അധ്യാപകന്റെ പീഡനം സഹിക്കവയ്യാതെ 18ഓളം വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും കോഴ്സ് നിർത്തിപ്പോയതായി വിദ്യാർത്ഥികൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചാറ്റുകളും കുടുംബം പുറത്തുവിട്ടു. ഇട്ടിട്ടുണ്ടോ അല്ലാതെ ഒരു വഴിയില്ല. ആ പയ്യനെ നമുക്കും അറിയാവുന്നേ, ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവനല്ല സന്ദീപ്. അവൻ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചെന്നൊക്കെ ഞാനും അറിഞ്ഞു. ഉപദ്രവിച്ചെന്ന് ഹർഷൻ എന്തൊക്കെയോ ഇല്ലാത്ത കഥകൾ അയാളെ തലയെ വെച്ച് കൊടുത്തു, എന്തൊക്കെയോ ഇഷ്യൂ ആക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളും വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലുകളും പുറത്തുവന്ന സാഹചര്യത്തിൽ ആദിത്യന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.